Hi friends, welcome to CP Vlogs. ആദ്യമായി നമ്മൾ digipay എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്യണം. അതിന് ഗൂഗിളിൽ പോയിട്ട് digipay ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് digipay ഡൗൺലോഡ് ചെയ്യാനുള്ള വെബ്സൈറ്റ് ഇവിടെ കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് digipay വിൻഡോസിന് വേണ്ടിയിട്ടുള്ള digipay, ഞാനിവിടെ വിൻഡോസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിൻഡോസിന് digipay ആണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ആൻഡ്രോയിഡിനുള്ള digipayയും ഉണ്ട്. നമുക്ക് മൊബൈലിൽ യൂസ് ചെയ്യാനായിട്ട് ആൻഡ്രോയിഡിനുള്ള digipay ആപ്ലിക്കേഷനുണ്ട്, വിൻഡോസിനുള്ള ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ ഞാനിവിടെ വിൻഡോസിനുള്ള ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇത് തൊട്ട് താഴെയുള്ളത് ആൻഡ്രോയിഡ്, നമ്മുടെ മൊബൈലിൽ നമുക്ക് ഈ digipay ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അത് നമ്മൾ മൊബൈലിൽ യൂസ് ചെയ്യേണ്ടവർക്കാണ് അത് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ സിസ്റ്റത്തിലാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ഇത് digipay ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതൊരു സിപ്പ് ഫയലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് അവിടെ നിന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മളത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ പേസ്റ്റ് ചെയ്യുക. നമുക്ക് ഈസി ആയിട്ട് അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഡൗൺലോഡ് ഫോൾഡറിൽ വെച്ച് തന്നെ അത് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളതൊരു ഈസി ആയിട്ട് റെഫറൻസ് തന്നെ നമുക്കത് ആക്സസ് ചെയ്യാൻ എളുപ്പത്തിനാണ് നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പിൽ കൊണ്ടുപോയിട്ട് അത് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള സിപ്പ് ഫയൽസ് ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മളിവിടെ ഒരു digipay എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് ഈ സിപ്പ് ഫയലിനെ പേസ്റ്റ് ചെയ്യുന്നു, കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നു. ആ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഫയൽസാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിൽ ആ ഫയൽസ് എല്ലാം വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യേണ്ടത് digipayയുടെ ഒരു ഹെൽപ്പ് ഫയലുണ്ട്, ഒരു PDF ഉണ്ട്. അത് digipayയുടെ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കണം. കാരണം digipay വർക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രീ റിക്വസ്റ്റിക്സ് എന്തൊക്കെയാണ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ ഹെൽപ്പ് ഫയലിൽ അല്ലെങ്കിൽ ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് എല്ലാവരും ഒരു വട്ടം വായിക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ പ്രീ റിക്വസ്റ്റിക്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കാണിക്കുന്നു. ആദ്യത്തെ പോയിൻ്റ് കാണിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിന് വേണ്ട മിനിമം സ്പെസിഫിക്കേഷനാണ്. റാം സൈസ് 4GB, CPU മിനിമം 2.0 GHz സ്പീഡുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് 500 MB ഫ്രീ സ്പേസ് ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ C ഡ്രൈവിൽ 500 MB മിനിമം ഫ്രീ സ്പേസ് ഉണ്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് digipay വർക്ക് ചെയ്യാനായിട്ട് വേണ്ട മിനിമം സിസ്റ്റം റിക്വയർമെൻറ്റ്സ്. അതുകൂടാതെ നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് നല്ല സ്ട്രോങ് ആയിട്ട് ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ഒരു രജിസ്റ്റേർഡ് ഡിവൈസ്, നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ മന്ത്ര എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് രജിസ്റ്റേർഡ് ആയിരിക്കണം. രജിസ്റ്റേർഡ് ഡിവൈസ് നമ്മുടെ RD സർവീസിൽ ആക്റ്റീവായിട്ടുള്ള ഒരു ഡിവൈസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആധാർ വെച്ചിട്ട് എങ്ങനെയാണ് ഓത്തൻറ്റിക്കേഷൻ ചെയ്യാന്ന് ഉള്ളത് ഈ digipay യൂസ് ചെയ്യുന്ന വ്യക്തിക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ വരുന്ന വ്യക്തിക്ക് ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് നടത്തണമെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ആധാർ ഉണ്ടായിരിക്കണം. അതായത് യൂസർക്ക്, വരുന്ന കസ്റ്റമർക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള ആധാർ ഉണ്ടായിരിക്കണം. അത് AEPS സംവിധാനത്തിൽ ട്രാൻസാക്ഷൻസ് നടത്താനാണ്. അടുത്തതായിട്ട് നമ്മുടെ എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡറിൽ നിന്ന് EXE ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം. അത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പോവുക. പ്രത്യേകിച്ച് ഒന്നും മാറ്റാനൊന്നുമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഷോർട്ട് കട്ട്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രം ടിക്ക് ചെയ്യാൻ മറ്റു കാര്യങ്ങളും ചെയ്യുക. അത് എല്ലാം തന്നെ നെക്സ്റ്റ് അടിച്ച് പോകാനായിട്ടുള്ള ഒരു ഡയലോഗ് ബോക്സാണ് വരിക. അപ്പോൾ അത് നെക്സ്റ്റ് അടിച്ച് പോവുക. ഈ ഡയലോഗ് ബോക്സിൽ നെക്സ്റ്റ് അടിച്ച് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇൻസ്റ്റാളേഷൻ കഴിയും. അത് കഴിഞ്ഞാൽ ഫിനിഷ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിർബന്ധമായും നമ്മുടെ രജിസ്റ്റേർഡ് ഡിവൈസ്, അതായത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഓതൻറ്റിക്കേറ്റ് ചെയ്യാനുള്ള രജിസ്റ്റേർഡ് ഡിവൈസ് സിസ്റ്റവുമായി കണക്ട് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ digipay വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ അത് തീർച്ചയായും നിങ്ങൾ കണക്ട് ചെയ്തതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഷോർട്ട് കട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡെസ്ക്ടോപ്പിൽ ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റാർട്ടിൽ പോയി കഴിഞ്ഞാൽ പ്രോഗ്രാംസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്കത് ആക്സസ് ചെയ്യാനായിട്ടും സാധിക്കും. ഡെസ്ക്ടോപ്പിലുള്ള digipayയുടെ ഷോർട്ട് കട്ടിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ digipay ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. അപ്പോൾ
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിജിപേയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ രജിസ്റ്റേർഡ് ഡിവൈസ് നമ്മുടെ സിസ്റ്റവുമായി കണക്ട് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ ഓപ്പണായി വരികയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ നിൽക്കും, അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കില്ല. അപ്പോൾ നിർബന്ധമായും രജിസ്റ്റേർഡ് ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്തിരിക്കണം. കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇതിൻ്റെ ഒരു വിൻഡോയിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ഇവിടെ നമ്മുടെ ലോഗിൻ ചെയ്യുന്ന ഓപ്ഷനാണ്, അതായത് നമ്മുടെ ഓപ്പറേറ്റർക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ CSC ID ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കോളം ഉണ്ട്. അവിടെ നമ്മൾ CSC ID ടൈപ്പ് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, നമ്മുടെ കൺസെൻറ്റ് കൊടുക്കുന്നത്. ആ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക. അടുത്തതായി നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ താഴെ 4 ബട്ടൺ കാണാം. ആ ബട്ടണുകൾ പോയിട്ട് ജസ്റ്റ് അതിന് മുകളിൽ നമ്മുടെ കഴ്സർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഡിവൈസ് കണക്റ്റഡ് ആണെന്ന് കാണിക്കും. അതുപോലെ സെർവർ കണക്റ്റഡ് ആണെന്ന് കാണിക്കും. ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടെന്ന് കാണിക്കും. ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്കാൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളടുത്ത് സ്കാനറിൽ ഫിംഗർ വയ്ക്കാൻ പറഞ്ഞു. ഞാൻ ഫിംഗർ വെച്ചു. അപ്പോൾ നമ്മുടെ ഓതൻറ്റിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഓതൻറ്റിക്കേഷൻ ശേഷം ഒരു OTPയുടെ ഓതൻറ്റിക്കേഷൻ കൂടി ഇതിനകത്തുണ്ട്. അത് ഒന്നല്ലെങ്കിൽ OTP ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ CSCയുടെ OTP ആപ്പ് വെച്ചിട്ട് സെക്യൂർ കോഡ് ത്രൂവും നമുക്കിതിനകത്ത് ഓതൻറ്റിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ആ ഓപ്ഷൻ കാണിച്ചു തരാം. ഇവിടെ OTP ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ സെക്യൂർ കോഡ് വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ജനറേറ്റ് OTP ക്ലിക്ക് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഞാൻ എൻ്റെ മൊബൈലിലുള്ള CSC OTP ആപ്പിൽ ഓപ്പൺ ചെയ്ത് സെക്യൂർ കോഡ് ഒരെണ്ണം ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ജനറേറ്റ് ചെയ്ത OTP വേണം നമ്മളിവിടെ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ OTP കൊടുക്കാനുള്ള സ്ഥലം എത്തി, അല്ലെങ്കിൽ ആ ചെക്ക് ബോക്സ് വന്നു. അവിടെ നമ്മൾ നമ്മുടെ OTP, ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുള്ള OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ OTP സക്സസ്ഫുള്ളി ഓതൻറ്റിക്കേറ്റഡ് സക്സസ്ഫുള്ളാന്ന് പറയുന്നു. അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത ശേഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. ആപ്ലിക്കേഷൻ്റെ മെയിൻ ഡാഷ്ബോർഡ് ഓപ്പൺ ആയിട്ട് വരും. ഇതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം ഓപ്പൺ ആവണമെന്നൊന്നും കരുതരുത്. കുറച്ച് ടൈം എടുക്കും. കാരണം എല്ലാം ഈ സെർവറിൽ ചെക്ക് ചെയ്ത് ഇൻ്റർനെറ്റ് ത്രൂ ആണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡിലെത്തി. നമ്മളതിന് കഴിഞ്ഞാൽ വിഡ്രോവലുണ്ട്, ബാലൻസ് എൻക്വയറി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, അതുപോലെ മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതിന് താഴെ പേ ഔട്ട് എന്നുള്ള ഓപ്ഷനുണ്ട്. അത് നമ്മുടെ വാലറ്റിൽ വന്ന പണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിപ്പോൾ ഇവിടെ മിനി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഓപ്ഷനിൽ ഞാൻ ജസ്റ്റ് വെറുതെ നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ബാങ്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെ ആധാർ നമ്പർ അടിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണുള്ളത്. പേ ഔട്ടിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആധാർ നമ്പർ വെരിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും താഴെയുള്ളതാണ് പാസ്ബുക്ക്. ഈ പാസ്ബുക്കിൽ എപ്പോഴും നമ്മളൊരു പ്രാവശ്യം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് അതിൽ സോഫ്റ്റ്വെയർ സിങ്ക് ആവുക. സിങ്കായാൽ മാത്രമേ നമ്മുടെ ബാലൻസ് എല്ലാം പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ കാണിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എല്ലാ ട്രാൻസാക്ഷൻസും സിങ്കായി വരുള്ളൂ. അപ്പോൾ അതെപ്പോഴും നമ്മൾ പാസ്ബുക്കിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്യണം. ഈ digipay എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പണി പാസ്ബുക്ക് എന്ന് പറയുന്ന ആ ടാബിൽ പോയി ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ടും സെർവറുമായിട്ടും സിങ്കിങ് എല്ലാം കറക്റ്റായിട്ട് നടക്കും. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലുള്ള ഫങ്ഷൻസും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളും. അപ്പോൾ ഇനി ഈ digipay എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ കാണിച്ചത്. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോ ട്രാൻസാക്ഷൻസ് നടത്തുന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ അടുത്ത് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കാണുന്നതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ബെല്ലൈക്കൺ അമർത്തി വയ്ക്കുക. അപ്പോൾ ഞാൻ എപ്പോഴാണോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് വരാനായിട്ടുള്ള ഒരു ഓപ്ഷനാണത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത ഒരു നല്ല സബ്ജക്റ്റുമായിട്ട് കാണുന്നവരെ